ഭാരതത്തിലെ 7 പുണ്യനദികളാണ് സപ്തനദികൾ എന്നറിയപ്പെടുന്നത്. ഗംഗ, യമുന, ഗോദാവരി, സരസ്വതി, നർമ്മദ, സിന്ധു, കാവേരി എന്നിവയാണ് ഈ 7 നദികൾ. പുരാണങ്ങളിലും ഉപനിഷത്തുകളിലും ഈ പുണ്യനദികളെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. പാലാഴി മദനത്തിൻ്റെ ഒരു ഭാഗമായാണ് സപ്തനദികൾ അഥവാ 7 നദികൾ ഉത്ഭവിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃതം നേടുന്നതിനായി ചെയ്ത ഒരു കഠിന പ്രയത്നമായിരുന്നു പാലാഴി മദനം. മന്ദര പർവ്വതത്തെ പായ്ക്കല്ലായും വാസുകി നാഗത്തെ പാശമായും ഉപയോഗിച്ച് സമുദ്രമഥനം നടത്തിയപ്പോൾ അതിൽ നിന്ന് ലക്ഷ്മി ദേവി, ചന്ദ്രൻ, കാമധേനു, ഐരാവതം, കൽപ്പവൃക്ഷം, അപ്സരസ്സുകൾ, ധന്വന്തരി എന്നിവ സൃഷ്ടിക്കപ്പെട്ടു. മദനത്തിൻ്റെ ശക്തിയിൽ മന്ദരപർവ്വതം ചരിഞ്ഞപ്പോൾ മഹാവിഷ്ണു തൻ്റെ 2ാമത്തെ അവതാരമായ കൂർമ്മമായി വന്ന് അതിനെ താങ്ങി നിർത്തി. അങ്ങനെ പാലാഴി മദനത്തിലൂടെ ഭൂമിയിലേക്കും സ്വർഗത്തിലേക്കും ജീവൻ പകർന്നു കൊടുക്കുന്ന സപ്തനദികളും ഉത്ഭവിച്ചു. ഇതാ ഈ സപ്തനദികളുടെ ഉത്ഭവം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു UKG 4-ലെയും LKG 3-ലെയും കുരുന്നുകൾ. ഒരിക്കൽ ക്ഷിപ്രകോപിയായ ദുർവാസാവ് മഹർഷിക്ക് തന്നെ അപമാനിച്ച ദേവേന്ദ്രനോട് കഠിനമായ ദേഷ്യം തോന്നുകയും ദേവന്മാർക്ക് അവരുടെ ശക്തി ക്ഷയിക്കട്ടെ എന്നും ജരാനരകൾ ബാധിക്കട്ടെ എന്നും ശപിക്കുന്നു. ഇതറിഞ്ഞ അസുരന്മാർ ദേവന്മാരോട് യുദ്ധത്തിന് പുറപ്പെടുന്നു. അങ്ങനെ യുദ്ധത്തിൽ പരാജയം സമ്മതിക്കേണ്ടി വന്ന ദേവന്മാർ വളരെയധികം ദുഃഖത്തിലായി. തങ്ങൾക്ക് നേരിടേണ്ടി വന്ന മാനഹാനിയിൽ ദേവേന്ദ്രൻ അസ്വസ്ഥനാവുകയും ഇതിനൊരു പരിഹാരത്തിനായി മഹാവിഷ്ണുവിനെ സമീപിക്കുകയും ചെയ്തു. ജഗജ്ജാലപാലം ഖജകണ്ഠമാല
പ്രണാമം. അല്ലയോ ദേവേന്ദ്ര, അങ്ങ് വളരെ ദുഃഖിതനായി കാണുന്നല്ലോ. അതെ പ്രഭു, അസുരന്മാരുടെ ശക്തി ദിനപ്രതി ഉയരുകയാണ്. ദേവലോകത്തിന്റെ തേജസ്സും ശക്തിയും നഷ്ടപ്പെട്ട് നിങ്ങൾ ദുർബലരായി പോകുന്നു. ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? ആശങ്ക വേണ്ട ദേവേന്ദ്ര, ഓരോ പ്രതിസന്ധിക്കും ഒരു പരിഹാരമുണ്ട്. ഞങ്ങളുടെ ശക്തി തിരിച്ചു പിടിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ദേവേന്ദ്ര, ക്ഷീരസാഗരത്തിന്റെ അടിയിൽ അമൃതം ഒളിഞ്ഞിക്കിടക്കുന്നുണ്ട്. അതിനെ പുറത്തെടുക്കാൻ സമുദ്രമന്ഥനം നടത്തണം. ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് അതെങ്ങനെ സാധിക്കും? അസുരന്മാരുമായി കൈകോർത്ത് നിൽക്കുക മാത്രമാണ് ഇതിനൊരു പരിഹാരം. എന്ത്? അസുരന്മാരുടെ മുന്നിൽ ഞങ്ങൾ യാചിക്കുകയോ? അസംഭവ്യം. മാത്രമല്ല, അവർ ചതിയന്മാരാണ്. അമൃതം കൈക്കലാക്കി അവർ 3 ലോകങ്ങളും പിടിച്ചടക്കും. ശാന്തനാവൂ ദേവേന്ദ്ര. ലോക നന്മയ്ക്കായി ചിലപ്പോൾ അസാധാരണ മാർഗങ്ങൾ എടുക്കേണ്ടി വരും. അമൃതം സംരക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തം. അസുരന്മാർ ചതിക്കുകയാണെങ്കിൽ മോഹിനി രൂപത്തിൽ വന്ന് നാം തന്നെ നിങ്ങൾക്ക് അത് നേടിത്തരും. എല്ലാം മംഗളമായി ഭവിക്കട്ടെ. തഥാസ്തു. അങ്ങനെ ദേവന്മാരും അസുരന്മാരും ഒരുമിച്ച് ചേർന്ന് ആ വലിയ ദൗത്യം ആരംഭിച്ചു. ഏകത്വത്തോടെയും ധൈര്യത്തോടെയും നാം പ്രവർത്തിക്കണമെന്ന് പരസ്പരം അവർ പറഞ്ഞു. വൈര്യങ്ങളെ മറന്ന് സകല ശക്തിയും കൂട്ടിച്ചേർത്ത് അവർ അമൃതം നേടാനുള്ള മഹത്തായ യാത്രയ്ക്ക് തയ്യാറായി. അവസാനം പാലാഴിയിൽ നിന്നും ഒഴുകി വരുന്നു ജീവന്റെ പ്രതീകമായ ആ 7 ദിവ്യനദികൾ. ഗംഗ, പരിശുദ്ധിയുടെ നദി. എല്ലാ നദികളിലും വെച്ച് ഏറ്റവും പവിത്രമായ നദിയാണ് ഗംഗ. ഹിമവൽ ശൃംഗത്തിൽ നിന്നാണ് ഒഴുകുന്നത്. പാപങ്ങൾ നീക്കുന്ന പവിത്രതയുടെ പ്രതീകം.
യമുന സ്നേഹത്തിൻ്റെ നദി. യമുനയുടെ ജലം പാപക്ഷയവും ദൈവാനുഗ്രഹവും നൽകുമെന്ന് വിശ്വാസം. ഭക്തിയുടെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകം. സരസ്വതി ജ്ഞാനത്തിൻ്റെ നദി, അറിവിൻ്റെയും കലയുടെയും നദി. ഇതിൽ നിന്ന് വിദ്യയുടെ വെളിച്ചം ഒഴുകുന്നു. അറിവ് നേടാനും ചിന്തിക്കാനും പ്രകാശിക്കാനും നമ്മെ സഹായിക്കുന്നു. ഗോദാവരി സമൃദ്ധിയുടെ നദി, ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒഴുകുന്നു. വയലുകളെ പൂവിടാൻ പ്രേരിപ്പിക്കുന്നു. പ്രകൃതിയെ ബഹുമാനിക്കാനും നന്ദിയുള്ളവരായിരിക്കാനും നമ്മെ പഠിപ്പിക്കുന്നു. നർമ്മദ ശാന്തയും സൗമ്യയുമായ നദി, പർവ്വതങ്ങൾക്കിടയിൽ സമാധാനപരമായി ഒഴുകുന്നു. നിശ്ചലനായിരിക്കാനും ദയയുള്ളവനായിരിക്കാനും സമാധാനത്തോടെ ജീവിക്കാനും നമ്മെ പഠിപ്പിക്കുന്നു. സിന്ധു ഭാരതത്തിൻ്റെ ആത്മാവായ നദി. വേദങ്ങളിൽ ഈ നദിയെ ശക്തിയുടെയും ധൈര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായി ചിത്രീകരിക്കുന്നു. കാവേരി സൗമ്യതയുടെ പ്രതീകമായ നദി. സൗന്ദര്യവും ദയയും ജീവിതവും കൊണ്ടുവരുന്നു. മറ്റുള്ളവരെ സഹായിക്കാനും സൗമ്യത പുലർത്താനും പഠിപ്പിക്കുന്നു. കഥ ഇവിടെ അവസാനിക്കുന്നില്ല. അമൃതവുമായി വന്ന ധന്വന്തരിയുടെ കയ്യിൽ നിന്നും അസുരന്മാർ അത് അപഹരിക്കുകയും ഭഗവാൻ മോഹിനി രൂപത്തിൽ വന്ന് അത് തിരികെ ദേവന്മാരെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഭാരതത്തിലൂടെ സ്വച്ഛമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ 7 നദികളും ഒന്നല്ലെങ്കിൽ വേറെ വിധത്തിൽ പ്രാധാന്യം ഉള്ളവയാണ്. എങ്കിലും ഗംഗാജലത്തിന് ആത്മശുദ്ധീകരണത്തിനും പാപനശീകരണത്തിനും ശക്തിയുണ്ടെന്നാണ് ഭാരതീയരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഗംഗാനദി പാപനാശിനി എന്ന പേരിലും അറിയപ്പെടുന്നു. എല്ലാ ദിവസവും ഗംഗാതീരത്ത്
നടത്തുന്ന ഗംഗാ ആരതി വളരെ വിശിഷ്ടവും ശ്രേഷ്ഠവുമായ ചടങ്ങാണ്. तव तीरे नीरमात्रशनोऽहं भगवती तव तीरे नीरमात्रशनोऽहं विगतविषयतृष्णां कृष्णमाराधयामि तरलतरतरङ्गे देवी गङ्गे प्रसीद 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 नमामि गङ्गे नमामि गङ्गे नमामि गङ्गे नमामि गङ्गे स्वर्ग की परछाइयाँ दिखती तेरे आंचल तले माँ तेरी हर बूंद में बहती हुई ममता मिले तू हथेली तन पे फेरे मन को भी निर्मल करे स्वाद अमृत का तुझे ही झूम कर जाना नमामि गंगे नमामि गंगे नमामि गंगे ഇങ്ങനെ പർവ്വതങ്ങളിൽ നിന്നൊഴുകി മനുഷ്യരുടെ ജീവിതത്തെ പോഷിപ്പിച്ചും ഭൂമിയെ സമൃദ്ധമാക്കിയും സപ്തനദികൾ കാലങ്ങളോളം സംസ്കാരത്തിൻ്റെ അധിഷ്ഠാനമായി നിലകൊണ്ടു. ഓരോ നദിയും ജീവന്റെ പ്രതീകമായി മനുഷ്യരോട് പറഞ്ഞു കൊടുക്കുന്നത് ഒരൊറ്റ സന്ദേശമാണ്: പ്രകൃതിയെ ആദരിക്കൂ, സംരക്ഷിക്കൂ, അതിനോടൊപ്പം സഹവസിക്കൂ.